ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി. ഇന്ന് ഞാൻ കാണിക്കുന്ന എൻ്റെ റോസ് ചെടികളുടെ ഒരു അപ്ഡേറ്റ് ആണ്. റോസ് ഗാർഡൻ്റെ ഒരു അപ്ഡേറ്റ് കാണിക്കാം. ഞാൻ റോസ് ഗാർഡൻ പ്രൂൺ ചെയ്ത് നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ റോസ് എല്ലാം പ്രൂൺ ചെയ്ത് നിർത്തി, അതിനെല്ലാം വളമിട്ടൊക്കെ നല്ല അടിപൊളിയാക്കി നിർത്തിയത് കൊണ്ട് ഇതിനെല്ലാത്തിനും പൂ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് എക്സൈറ്റിംഗ് ആയിരിക്കില്ല കാണാൻ. എനിക്കിത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കേട്ടോ പൂ കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് ഓർത്തേ. പൂക്കളെന്ന് പറഞ്ഞെങ്കിൽ ഈ ചെടികളെല്ലാം നന്നായിട്ട് നിൽപ്പുണ്ട്. ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ഈ റോസ് ചെടി നിറയെ റോസപ്പൂ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ റോസ് പെറ്റൽ കൊണ്ട് വൈനിടുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഞാൻ ഷെയർ ചെയ്യാം നിങ്ങളുമായിട്ട്. അപ്പോൾ നമുക്ക് ഈ റോസ് നന്നായിട്ട് ന്യൂസിലൻഡിൽ ഏത് കളർ റോസയാണെങ്കിലും നട്ടെങ്കിൽ നന്നായിട്ട് ഉണ്ടാകും കേട്ടോ. വളരെ കുറച്ച് മെയിൻ്റെനൻസ് മതി താനും ഈ റോസ് ചെടികൾ നട്ടിട്ടുണ്ടാക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ ഈ റോസയുടെ ഈ പൂക്കളൊക്കെ നിൽക്കുന്നത് നിങ്ങളൊന്ന് കാണിക്കാം. നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിരിക്കും കാണാൻ. ഇനി ഇതൊരു വള്ളി റോസയാണ്. ഇതൊരു വെള്ള വള്ളി റോസ. ഇതുകൊണ്ടോ ഇതിങ്ങനെ അങ്ങ് കയറ്റി വിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് നിറച്ച് ഇതിപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞ് നിറച്ച് പൂക്കളാണ്. അതുകൊണ്ടോ നിറച്ച് മുട്ടുമുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് ഇങ്ങനെ അങ്ങ് നിർത്തുമ്പോഴാണ് ഇതെല്ലാം ഇതുപോലെ ഉണ്ടാകുന്നത് കേട്ടോ. നമ്മളിതിങ്ങനെ കെട്ടിയൊക്കെ വെച്ച് കൊടുക്കണം നമ്മൾ കേട്ടോ. നല്ല രസമല്ലേ കാണാൻ? നിറച്ച് വെള്ളപ്പൂവായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നല്ല രസമാണ് കാണാൻ കേട്ടോ. ഇത് നമ്മുടെ 2 പെറ്റലുള്ള റോസയാണ്. ഈ 2 പെറ്റലുള്ള റോസയൊക്കെ ഉണ്ടായി ഇഷ്ടം പോലെ മുട്ടുകളുണ്ടായിട്ടുണ്ട്. അത് ഇതിന് നന്നായിട്ട് ഇഷ്ടംപോലെ പൂക്കളുണ്ടാകുന്ന റോസയാണ് കേട്ടോ. ഇത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയത് കൊണ്ട് നന്നായിട്ട് ശരിക്കും നന്നായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തായിട്ട് കാണിക്കുന്നത് ഇത് വളരെ വലിയൊരു റോസപ്പൂവാണേ. ഇത് കേട്ടോ, ഇതിലൊന്നും പൂ വിരിഞ്ഞിട്ടില്ല, പക്ഷേ ഇത് നന്നായിട്ട് മുട്ടിട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ലൈറ്റ് പിങ്ക് കളറുള്ള ഇതാണ് പിന്നെ പീച്ച് കളർ എന്ന് പറയാം അല്ലേ. നല്ല രസമാണ്. ഇതിൻ്റെ പൂന്ന് ഇത്രയും വലിപ്പമുള്ള പൂവാണ് ഉണ്ടാകുന്നത്. നല്ല രസമുള്ളതാണേ. അപ്പോൾ ഇതാണിത്. വളരെ കുറച്ച് സ്ഥലമുള്ളൂ. ഇതിൽ ഒരു 2 മീറ്റർ സ്ഥലമുള്ളൂ. അതിനകത്ത് ഞാൻ 3-4 റോസകൾ നട്ടിട്ടുണ്ട്. എത്ര 5-6 റോസ് നട്ടിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഉണ്ടാകുകയും ചെയ്യും. ഇതുകൊണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. ഇതുണ്ടോ, ഇത് നല്ല രസമല്ലേ കാണാൻ? എത്ര പൂവ നിൽക്കുന്നത് നോക്കിയാൽ 3, 6, 2, 8 പൂക്കളാണ് ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കുന്നത്. എന്നെ രസമെന്ന് നോക്കിയേ.